നമ്മളെന്തായാലും വേണ്ട ഒരു കിഡിലൻ ആംബിയൻസിലാണ് ബ്രേക്കിന് നിർത്തിയേക്കുന്നത് കേട്ടോ. കാരണം സൺസെറ്റ് എന്ത് അടിപൊളിയാന്ന് നോക്കിക്കാം. അവിടെ ഒരു ക്യാറ്റിൻ്റെ വണ്ടിയും കിടപ്പുണ്ട്. അങ്ങനെ നമ്മുടെ സമയം ഏകദേശം 1:45 ആകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ വെൽസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. നെവാഡയിലെ ഒരു സ്ഥലമാണ് ഈ വെൽസ്. ഇവിടുന്ന് ഫ്യൂവലൊക്കെ അടിച്ച് പറ്റുവാണെങ്കിൽ ഒരു ഷവർ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ഓർക്കാപ്പുറത്ത് രാവിലെ പെട്ടെന്ന് തന്നെ ലോഡ് കിട്ടിയത് കൊണ്ട് നമ്മുടെ പ്ലാനിനനുസരിച്ച് നമുക്ക് ഷവറൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. എന്തായാലും നമ്മൾ കിടിലൻ ഒരു കുളിയെല്ലാം കഴിഞ്ഞ് ഒരു കാപ്പി എടുത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ ഇവിടുന്ന് ഇച്ചിരി ഫ്യൂവൽ അടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി വെതറാണ്. ഏകദേശം 10 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ ഉണ്ടാവും ടെമ്പറേച്ചർ. നമ്മുടെ കമ്പനിയുടെ ഫ്യൂവലിംഗ് എല്ലാം കറക്റ്റ് അളന്നാണ് കേട്ടോ. അല്ല ചുമ്മാ എവിടുന്നേലും എങ്ങനെയും അടിച്ചോന്നല്ല. അതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് 75 കാലിനടിച്ച് നിർത്തണം. അങ്ങനെ അടിപൊളി ഒരു കുളിയും പാസ്സാക്കി അത്യാവശ്യത്തിന് ഫ്യൂവലും അടിച്ച് സെറ്റായി കേട്ടോ. റിഫ്രഷ്ഡായി. സമയം 2:30 ഇന്ന് ഇച്ചിരി താമസിച്ചാണ് നമ്മൾ ഡ്രൈവിങ് തുടങ്ങിയത്. നമ്മളെ ദേവസ്യാച്ചൻ ഉറങ്ങട്ടെ. നമുക്കൊരു 4 മണി വരെ ഇരുന്ന് വണ്ടി അങ്ങ് ഓടിച്ചേക്കാം. അങ്ങനെ സമയം വെളുപ്പിനെ 3:45. നമ്മൾ വേണ്ട നെവാഡയിലെ വെൻഡോവർ എന്ന് പറയുന്ന ഒരു സ്ഥലം എത്തി കേട്ടോ. ഇതാണ് യുത്ത നെവാഡ ബോർഡർ. ഇവിടുന്ന് ഇപ്പം നമ്മൾ അപ്പുറത്തേക്ക് യൂത്തിലേക്ക് കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ട്രക്ക് സ്റ്റോപ്പോ കാര്യങ്ങളോ ഒന്നും കിട്ടിയല്ല. അപ്പം ഇവിടെ വെച്ച് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. വ്യവസായത്തിന് നല്ലൊരു കാപ്പി എടുക്കണമെങ്കിൽ എടുക്കണം. അടിപൊളി വാഷ്റൂം യൂസ് ചെയ്യാം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ നമുക്ക് ചെറിയ റെസ്റ്റ് ഏരിയകളാണ് കൂടുതൽ. ശരിക്കും ഇതൊരു ബോർഡർ ടൗൺ ആയതുകൊണ്ട് തന്നെ നെവാഡയുടെ സകല പ്രതാപങ്ങളും കാണിക്കുന്ന ഇഷ്ടംപോലെ കസീനോസും ഒത്തിരി ലൈറ്റുകളും ഒക്കെ ഉള്ള ഒരു അടിപൊളി സെറ്റപ്പാണ് ഇത്. സാറേ ഉറങ്ങാൻ പറ്റിയായിരുന്നോ? ഞാനോർത്ത് ഇതിപ്പോൾ വെൻഡോവറാ. ഇവിടുന്ന് അപ്പുറം പോയാൽ പിന്നെ റെസ്റ്റ് ഏരിയ അല്ലേ ഉള്ളൂ, യൂത്തേക്ക് ഏരിയല്ലേ. എന്നാൽ പിന്നെ ഇവിടെ നല്ല വാഷ്റൂമൊക്കെ ഉപയോഗിച്ചോട്ട് ഓർത്താണ് നിർത്തിയത്. നമ്മൾ വേണ്ട ഇതിൻ്റെ കാര്യം സംസാരിച്ച കേട്ടോ. അത് ഇവിടെ ഒരു ടാബ് ഉണ്ടോ. ഇത് നമ്മളിപ്പോൾ കയറിയ വെൻഡോവറിലെ പൈലറ്റിൻ്റെ ഫ്യൂലിങ്ങിൻ്റെ ഇതിലുള്ള സെറ്റപ്പാണ്. ഒരു വലിയ ടാബിനേക്കാളും വലുതാണ് കേട്ടോ. നല്ലൊരു സൈസ് ഉണ്ടത്. അവിടെ വെതർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ അഡ്വർടൈസ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അങ്ങനെ മറ്റ് പല കാര്യങ്ങളുണ്ട്. ടച്ച് സ്ക്രീനുമാണ്. നല്ലൊരു അടിപൊളി സെറ്റപ്പ്. നമ്മളിപ്പോൾ ഉള്ളത് നെബ്രാസ്കയിലെ സിഡ്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ദേവസ്യാച്ച വാഷ്റൂമിലൊക്കെ പോയേക്കുക. നമ്മളിവിടുന്ന് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കുക. മറ്റൊരു റിസ്കി ഷോട്ട് എടുക്കാൻ പോണ കാര്യം പ്രഷറോട് പറഞ്ഞേക്കാം. അടുത്ത 200 കിലോമീറ്റർ എന്ത് സംഭവിക്കും.
അപ്പോൾ സംഭവം വേറൊന്നുമല്ല, നമ്മൾ വേണ്ട സിഡ്നിയിൽ നിന്ന് വണ്ടി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട നമ്മുടെ ഫ്യൂവൽ ലെവൽ ഈ റേഞ്ചിലാണ് കിടക്കുന്നത് കേട്ടോ. ജസ്റ്റ് റെഡ് കയറാൻ പോവാം. അപ്പോൾ നമ്മൾ കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അവർ ഫ്യൂവൽ ട്രാക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഫ്യൂലിംഗ് ലൊക്കേഷനായിട്ടുള്ള നോർത്ത് പ്ലാറ്റിലെ നെബ്രാസ്കയിലെ നോർത്ത് പ്ലാറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുമെന്നാണ് കാണിക്കുന്നത്. ശരിക്കും അങ്ങോട്ട് നമുക്ക് 192 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ അവിടം വരെ സുഖമായിട്ട് എത്തുമെന്നാണ് നമ്മുടെ കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്നും നോക്കാനില്ല. മുതലാളിയൊക്കെ പറഞ്ഞാൽ നമുക്ക് തന്നെ കുഴപ്പം, നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായി. ആ കൂടി നഷ്ടം ദേവസ്യാച്ചന് ഇച്ചിരി ഉറക്കം പോകും ചിലപ്പം. ദേവസ്യാച്ചന് റെസ്പോൺസിബിൾ മാനായതുകൊണ്ട് വണ്ടി ഒക്കെ അല്ലെങ്കിൽ ദേവസ്യാച്ചന് അങ്ങനെ ഉറക്കം വരില്ല. അത് ശരിയാക്കി ആകെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും. ഒന്നും ദേവസ്യാച്ചനെ വണ്ടി ഏൽപ്പിച്ചിട്ട് ദൈവമേ രക്ഷിച്ചേക്കണേ, എത്തിച്ചേക്കണേ, സമയമില്ലേ. ആ ആവശ്യത്തിന് കറങ്ങിയിട്ടാണ് ഈ ട്രിപ്പ് തിരിച്ച് വരുന്നത്. എന്നായാലൊന്ന് വീടെത്തിയാൽ മതി എന്നുള്ളൂ. പോകാം. നമ്മുടെ ലോ ഫ്യൂലിൻ്റെ വാണിംഗ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എന്താവോ എന്തോ എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ കൊടുക്കാനുള്ള ഇൻഫർമേഷൻ എല്ലാം നമ്മൾ കൊടുത്തേക്കണതാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയിപ്പോൾ എങ്ങാനും ഫ്യൂല് തീർന്നു പോയി റോഡിലൊന്ന് പെട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാലും സാഹചര്യം ഇതെങ്ങനെയായിരിക്കും അവർ ടാക്കിൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. എന്തായാലും നമ്മുടെ കമ്പനിയുടെ കാൽക്കുലേഷൻ പൊളിയായി കേട്ടോ. വെറുതെ അല്ല, സേഫ്റ്റി ഈസ് സേഫ്റ്റി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ എല്ലാ കാര്യത്തിലും അല്ലെങ്കിലും ഒരുമാതിരിപ്പെട്ട 99% കാര്യങ്ങളിലും കറക്റ്റ് കാൽക്കുലേഷൻ ആയിരിക്കും. നമ്മൾ ആ റെഡിൽ കയറി നമ്മൾ വേണ്ട 192 കിലോമീറ്ററോളം ഓടിച്ച് വെറും 2.5 കിലോമീറ്ററും കൂടി നമ്മുടെ ഫ്യൂവൽ അടിക്കുന്ന ലൊക്കേഷനിലേക്കുള്ളൂ. അപ്പോൾ നമ്മൾ എത്തിച്ചു ഒരു വിധത്തിൽ. സാധാരണ ഇതിൽ ഫ്യൂവൽ ലോ ആകുമ്പോഴത്തേക്കും നമുക്കൊരു ടെൻഷൻ വരാറുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. കാരണം നമ്മൾ ഓൾറെഡി ഒരു സേഫർ സോണിൽ വെച്ച് നമ്മളെ ഇൻഫോം ചെയ്താൽ അവരെ എന്ന പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കി മറ്റെന്തെങ്കിലും ഒരു കാര്യം വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വഴിക്ക് വെച്ച് ഫ്യൂല് തീരുവാണെങ്കിൽ ഫ്യൂൽ ഡെലിവറിയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ നമ്മളതൊന്നും ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ വരുവാണെങ്കിൽ അത് നമ്മുടെ ചാനലിനൊരു കണ്ടൻറ്റും ആയല്ലോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് കാണിക്കാമല്ലോ ഒക്കെ ഉള്ള ഒരു കാര്യമായിരുന്നു. എന്തായാലും അങ്ങനത്തെ വള്ളികളിൽ കൂടെ ഒന്നും നമുക്ക് കടന്നു പോകേണ്ട വന്നില്ല. നമ്മൾ വേണ്ട എക്സിറ്റ് 179 നോർത്ത് പ്ലാറ്റ് എത്തി, നെബ്രാസ്ക. Take the ramp on the right to I-80 East. സിദ്ധിൻ്റെ വേറൊരു പീറ്റർബിലിറ്റി ഇവിടെ കിടപ്പുണ്ട്. No fuel? Maybe no more. ഓ, നമ്മുടെ സിദ്ധിൻ്റെ ഒരു വണ്ടി കിടപ്പുണ്ടെന്ന് പറഞ്ഞില്ല. അവർ പറഞ്ഞാൽ ഇവിടെ ഫ്യൂൽ ഇല്ലായിരുന്നു, ആകെ പ്രശ്നത്തിലായിരുന്നെന്ന്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പുള്ളി ഒന്ന് പറഞ്ഞേ. അപ്പോൾ ഫ്യൂൽ ഇല്ലായിരുന്നെങ്കിൽ പണി വാളിയാണ്. കാരണം നമ്മൾ MT അടിച്ച് ഇനി ഇതിൽ കൂടുതൽ മുന്നോട്ട് പോകുകയല്ല. ആവശ്യത്തിന് ഫ്യൂൽ ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. ഫ്യൂലിൻ്റെ പ്രഷർ ലോ ആയിരിക്കാനാണ് സാധ്യത. കാരണം ഈ കിടക്കുന്ന ട്രക്കുകളെല്ലാം കുറേ നേരമായി കിടക്കുന്നു. എന്തായാലും ടെമ്പറേച്ചർ എല്ലാം നല്ല അടിപൊളിയാണ്. ഒരു സൈഡിൽ നിന്ന് ഞാൻ എന്തായാലും വണ്ടി നിർത്തിയിട്ട് മാക്സിമം ഫ്യൂല് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഈ മുറ്റത്ത് കിടന്നുകൊണ്ട് ഫ്യൂൽ ഔട്ട് ആവണ്ടല്ലോ, കാരണം വലിച്ച് കയറ്റി ഇടാനുള്ളതല്ലേ. അപ്പം അങ്ങനെ കിടക്കുമ്പോഴത്തേക്കും ഒടുക്കത്തെ ചൂടാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ മുമ്പിലെ പുള്ളി ഫ്യൂൽ അടിച്ചിട്ട് പോയി. നമുക്ക് ഫ്യൂൽ അടിക്കാം. അപ്പോൾ നമ്മൾ ഫ്യൂവൽ അടിക്കുന്നിടത്തെ മെഷീൻ വർക്കായില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ അകത്ത് പോയി ക്യാഷ്യർ ഉണ്ടല്ലോ, അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫ്യൂവൽ അടിക്കുന്ന പമ്പിൻ്റെ നമ്പറുണ്ട്. അപ്പോൾ ആ പമ്പിലേക്ക് അവർ പേയ്മെൻറ്റ് എടുത്തിട്ട് ഓതറൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫ്യൂവൽ അടിക്കാം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഫ്യൂവൽ അടി എന്താ ഓൾമോസ്റ്റ് MTയിലായിരുന്നു. ഓൾമോസ്റ്റ് MTയിൽ നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്യൂവൽ അടിക്കുമ്പോഴത്തേക്ക് ഫ്രൈ ലൈനറിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി എത്രയുണ്ടെന്ന് അറിയാം. ഭയങ്കര കാറ്റാട്ടോ, കണ്ണിലേക്കൊക്കെ പൊടിയും കാറ്റും ഒക്കെ അടിക്കുന്നു.
അപ്പോൾ വേണ്ട ഫ്യൂവൽ അടിച്ച് നിറഞ്ഞു. ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ എത്ര കാലം അടിച്ചെന്ന്. നമുക്ക് രണ്ട് സൈഡിലെ ഗാലനുണ്ടല്ലോ, രണ്ട് സൈഡിലും ടാങ്ക് ഉണ്ട്. അപ്പോൾ പാസഞ്ചർ സൈഡിലെ ടാങ്കിന് സാറ്റലൈറ്റ് എന്നും അതിന് പ്രൈം എന്നും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണുന്ന പോലെ 207 ഗാലനാണ് നമ്മൾ അടിച്ചേക്കുന്നത് കേട്ടോ. 207 ഗാലൻ ഫ്യൂവൽ അടിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വണ്ടി ഒന്ന് ഫ്രണ്ടിലേക്ക് വലിച്ചിട്ടേക്കാം. അപ്പോൾ നമ്മുടെ പുറകിലുള്ളവന് അടിക്കാമല്ലോ. എന്നിട്ട് ഒരു ഇച്ചിരി ഫ്രഷ് കാപ്പി എടുത്തുകൊണ്ട് അങ്ങ് പോകാം. എന്തായാലും അകത്ത് പോയി വാഷ്റൂം ഉപയോഗിച്ച് ജസ്റ്റ് ഒരു കാഷ്യൂനട്ടിൻ്റെ ഒരു പാക്കറ്റ് നമ്മുടെ കാപ്പിയുടെ കൂടെ കഴിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് മേടിച്ചു. ഇനിയിപ്പോൾ എന്തായാലും ടാങ്ക് നിറഞ്ഞ സ്ഥിതിക്ക് ടെൻഷനില്ല, റിലാക്സ് ചെയ്ത് വണ്ടി ഓടിച്ച് പോയേക്കാം. നാളെ വൈകുന്നേരത്തോടു കൂടി നമ്മൾ ബോട്ടിനെത്താനാണ് സാധ്യത. ബോർഡറിലേക്ക് നമുക്ക് 1700 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും നാളെ എന്ന് പറയുമ്പോൾ ശനിയാഴ്ച വൈകുന്നേരം ഒരു സമയം ആവും എത്താൻ. നമ്മുടെ അടുത്ത ട്രിപ്പ് ഓൾറെഡി കൺഫേം ആയിട്ടുണ്ട്, നെവാഡയിലെ റെനോയിലേക്കാണ്. അപ്പോൾ അത് നമുക്ക് തിങ്കളാഴ്ച പോകണം. അപ്പോൾ നമുക്ക് കഷ്ടിച്ചൊരു ഞായറാഴ്ച മാത്രമേ അവധിയുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ ദേവസ്യാച്ചൻ അടുത്ത ശനിയാഴ്ച നിർബന്ധമായിട്ടും അവധി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ട്രിപ്പ് പോയി തിരിച്ചു വരാനുള്ള ഒരു സമയം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അടുത്ത ആഴ്ച നമുക്ക് എന്തായാലും അവധി വേണമെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച ഒന്ന് സാക്രിഫൈസ് ചെയ്തല്ലേ പറ്റുള്ളൂ. തന്നെയല്ല കഴിഞ്ഞ ആഴ്ച എന്തോ നമ്മളൊരു ദിവസം എക്സ്ട്രാ അവധി ചോദിച്ചായിരുന്നു, അത് കിട്ടുകയും ചെയ്തായിരുന്നേ. അതുകൊണ്ടാണ്. അവിടെ നോർത്ത് ഫ്ലാറ്റിൽ നമുക്കൊരു സ്കെയിലുണ്ട്. ആ സ്കെയിലാണ് ഈ റൈറ്റിൽ കാണുന്നത്. നമുക്ക് ബൈപ്പാസ് കിട്ടുമെന്ന് നോക്കാം. ക്ലോസ്ഡാ. അപ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ല. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ യാത്രയുടെ അവസാന ദിവസം നമ്മൾ മിഷിഗണിലാണുള്ളത്. നമ്മൾ വേണ്ട ബോർഡർ ക്രോസ് ചെയ്യാൻ പോവാം. ദേശാസനം ഓടിച്ച് നമ്മളെ ക്രോസ് ചെയ്യിപ്പിക്കും. നമുക്ക് വേണ്ട ഈ മച്ചാനെ തിരിച്ചേൽപ്പിച്ച് നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ടോ എന്ന് നോക്കാനുള്ള. എങ്ങനെയുണ്ടായിരുന്നു സാറേ പൊതുവെ? കുഴപ്പമില്ലായിരുന്നു. ആണോ? കാലാവസ്ഥയൊക്കെ ഓക്കെ ആയിരുന്നല്ലോ. ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇച്ചിരി കൂടുതലൊക്കെ ചെറിയൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ചെറിയ ചാറ്റൽ മഴയും. അത് ശരി. മിററൊക്കെ ക്ലീൻ ആണല്ലോ. ഇടയ്ക്ക് ചെറിയ രീതിയിലൊരു ചാറ്റൽ മഴ പെയ്തായിരുന്നു. ആണോ? ഇത് നമ്മുടെ വൈപ്പറൊക്കെ ആയിരുന്നോ? വൈപ്പർ കുഴപ്പമില്ല. വൈപ്പർ ഇങ്ങനെ പുഷ് ഇങ്ങനെ ചില്ലിനോട് ചേർന്നല്ല ഇരിക്കുന്നത്. അടിക്കുമ്പോൾ അങ്ങനെ അത്രയും ലൂസ് ഉണ്ടല്ലോ. നമ്മളങ്ങനെ ഞങ്ങള് ഊരി പോകുന്ന സാധനം വെച്ചിട്ട് വരെ ഇവിടെ മൊത്തം പോന്നിട്ടുണ്ട്. നമ്മളിപ്പോ കാണുന്നത് അമേരിക്കൻ ബോർഡറാണ് കേട്ടോ. കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറാൻ കിടക്കുന്നവര്. അതെ, ഒരു ട്രക്ക് അവിടെ ബ്രേക്ക് ഡൗൺ ആയി കിടന്നിട്ട് അവന്മാര് ടോ ചെയ്ത് മാറ്റുക ബൂത്തിൽ നിന്ന്. ആലോചിച്ച് നോക്കി, ഇത്രയും വലിയൊരു നമ്മളെ അല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. ട്രക്ക് ബ്രേക്ക് ഡൗൺ ആയാൽ ബ്രേക്ക് ഡൗൺ ആയി. അതിന് മാത്രം ഡിലേ ഇവരിവിടെ തരുന്നുമുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അവിടുന്ന് ടോ ചെയ്ത് മാറ്റുന്നിടത്തോളം സമയം നമ്മളവിടെ ഇരിക്കുന്ന ഒരു വല്ലാത്തൊരു ഇരിപ്പാണ്. അല്ല, ഞാൻ പറയാം, ഇവിടെ ടെക്നോളജി ഒക്കെ വളർന്നപ്പോലെ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ ബാർകോഡ് മതിയല്ലോ. അപ്പോൾ ഇവിടെ ഒരു ട്രാൻസ്പോർട്ടർ പോലത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് തലോട്ട് സ്കാൻ ചെയ്യുന്നു.
അപ്പോൾ അവർ ലൈറ്റ് ഇട്ട് കാണിക്കും. ഇൻസ്പെക്ഷന് പോകേണ്ടത് ഇൻസ്പെക്ഷന് പോവുക, ഡോക്കിലോട്ട് പോകേണ്ടത് ഡോക്കിലോട്ട് പോവുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും താമസം വരികയല്ലോ പെട്ടെന്നേ. വളരെ സിമ്പിൾ. കാരണം ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ അവരിങ്ങനെ കമ്പ്യൂട്ടർ അടിച്ച് കയറുന്ന കാര്യമില്ല. പറഞ്ഞു തരാം. പക്ഷേ അതായത് ഒരു ക്യാമറ വെച്ചിട്ട് ഇപ്പൊ ആളെ വെച്ച് നോക്കിയിട്ട് ഇൻസ്പെക്ഷൻ വേണമെങ്കിൽ ഇൻസ്പെക്ഷനിലേക്ക് ഒരു ഡയറക്ഷൻ കൊടുത്താൽ മതി. പക്ഷെ ഇതിന്റെ സമ്മാനം നാട്ടിലൊക്കെ ഒരു ചെറിയ ബോർഡർ കിടക്കാന്ന് പറയുമ്പോ തന്നെ അവര് ഒരു ദിവസവും 2 ദിവസവും ഒക്കെ പേപ്പർ വർക്കുമായിട്ട് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ കൂടിപ്പോയ 1 മണിക്കൂർ ഇന്റർനാഷണൽ ബോർഡർ, അതും അമേരിക്കയും കാനഡയും തമ്മിലുള്ള ബോർഡർ. പക്ഷെ അമേരിക്കയും കാനഡയും അത്രയും ഇൻടാക്ട് ആയിട്ട് നിൽക്കണം, അത് വേറെ കാര്യം. കാരണം ഇപ്പൊ നമ്മള് ഓക്കെ ഇപ്പൊ ദേവസ്വം പറഞ്ഞ കാര്യം, അപ്പൊ അവർക്ക് വേണേൽ പറയാം വിഷ്വലി അവർക്ക് ഇതിന്റെ അകത്തെ സെറ്റപ്പുകളൊക്കെ നോക്കണം എന്നൊക്കെ പറയാം. അതിന് വല്ല സെൻസറോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് അല്ല, ഇവിടെ ക്യാമറയിലാണല്ലോ നമ്മുടെ എയർപോർട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അല്ല നമ്മുടെ ബയോമെട്രിക്സ് ഉണ്ടല്ലോ, ഇന്നാളെന്നുള്ളത് നോക്കുകയും ഇവിടെ നമ്മൾ സ്കാൻ ചെയ്യുന്ന കൂട്ടത്തില് നമ്മുടെ ബയോമെട്രിക് വേണേൽ ചെക്ക് ചെയ്യാം. അല്ല ഇനിയിപ്പോ സംശയം ഉണ്ടെങ്കിൽ സെക്കൻഡ് ആരോ ഇട്ട് ഇൻസ്പെക്ഷൻ ഇവിടെ ഒരു ഡിസ്പ്ലേ ഒരു ഇതില് കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പോകും. അവരെ ഇൻസ്പെക്ട് ചെയ്ത സമയം അതെ തീർച്ചയായിട്ടും. അപ്പൊ ഇത്രയും ലൈനപ്പിന്റെ കാര്യമില്ലെന്ന് പറയുന്നത്. മറ്റേത് വന്ന് ഓരോരുത്തർ വന്ന് ലോഗിൻ ചെയ്തു. ഇപ്പൊ നമ്മളിവിടുത്തെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ കണ്ടെയ്നറിന്റെ ഇതിന്റെ ബ്രാംപ്ടണിലെ മറ്റേ നമ്മുടെ അടുത്ത് പറഞ്ഞില്ലേ വോണിലെ ഒരു കണ്ടെയ്നറിന്റെ സംഭവം റെയിൽവേയുടെ അവിടെ ലോഡ് കൊടുക്കാൻ വരുന്നത് ഇങ്ങനെയാ, അതിന്റെ അകത്തേക്ക് കയറും കണ്ടെയ്നറിന്റെ അകത്തേക്ക്. അപ്പൊ നമ്മൾ പേപ്പർ ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ എടുക്കാനുള്ള കണ്ടെയ്നർ നമ്പർ ഒക്കെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ തന്നെ നമ്മൾ എൻ്റർ ചെയ്തു, ചെക്കിനായി. അപ്പൊ അത് തന്നെ ഇതിനകത്ത് കാണിക്കും ഇന്ന ലൈനിൽ ABCD ഇങ്ങനെ ലൈൻ ഉണ്ടല്ലോ ഈ കണ്ടെയ്നർ അടിക്കുക, അതിൽ ഇന്ന പോർഷനിൽ പോയി പാർക്ക് ചെയ്യുക. അപ്പൊ മറ്റേ ആ കണ്ടെയ്നർ എടുക്കുന്ന പിക്ക് ചെയ്യുന്ന സാധനം വന്ന് പുറയിലേക്ക് വെക്കും. അപ്പൊ അത് തിരിച്ചു പോകുമ്പോഴും തിരിച്ച് നമുക്ക് അവിടുന്ന് ആ കണ്ടെയ്നർ ഇത് കിട്ടിയതിന്റെ നമ്മൾ ആ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഔട്ടായെന്നുള്ളതിന്റെ നമ്മൾ കണ്ടെയ്നർ എടുത്തു അതിന്റെ സീൽ നമ്പർ വരും. ഇപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരാൾ വേണം ഇത് മുഴുവൻ എഴുതി നമ്മൾ വരുന്നതും. കാരണം അതിന്റെ അകത്ത് ഹൈ സെക്യൂരിറ്റി, അതും ഇന്റർനാഷണൽ ഇതാണല്ലോ വരുന്നത്, ഏതാ ഈ മറ്റേ കണ്ടെയ്നർ തന്നെ വരുന്നത്. നമ്മുടെ ബോർഡർ പെട്രോളിന്റെ ടെക്നോളജി ഡീൽ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഈ സജഷൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ആരുടെ ഈ സജഷൻ എഴുതുമ്പോൾ പിറ്റേ ആഴ്ച ഇങ്ങോട്ട് വരുമ്പോൾ പിടിച്ചേക്കും പിടിച്ച അമ്മാരാണ് യുവന്മാരെ ഇച്ചിരി സജഷൻ ഉണ്ടാക്കുന്നവന്മാരെ. ഓക്കെ ഓ അമ്മച്ചി ഇങ്ങോട്ട് അങ്ങനെ നമ്മുടെ സ്വന്തം കാനഡയിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കള്. കാനഡ അല്ല അത് പറഞ്ഞപ്പോളാ സാറിന്റെ കൊറോണ ഓർമ്മകള്. കൊറോണയുടെ സമയത്ത് നമ്മുടെ മറ്റേ ബോർഡർ ക്രോസ് ചെയ്യുമ്പം US കൊണ്ട് ഞങ്ങളൊരു ഓഫീസറാണ്, പുള്ളി ഭയങ്കര പേടിയുള്ള ഓഫീസറാണ്. പുള്ളി മാസ്ക് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മളെ ട്രക്ക് ഡ്രൈവേഴ്സ് എല്ലായിടത്തും പോയി തൊട്ടിട്ട് വരണവരാന്നുള്ള ഒരു ഇതായിരുന്നല്ലോ. എന്നിട്ട് നമ്മുടെ ഇതിന്റെ ഈ ഏസിന്റെ ബാർകോഡ് നമ്മൾ സാധാരണ കൂടെ കൊടുക്കുവാണല്ലോ പാസ്പോർട്ട് നോക്കി, അത് നമുക്ക് പുള്ളി ഇങ്ങനെ എഴുതി കഴിയുമ്പോ തന്നെ നമുക്കൊരു സംശയം ഈ പേപ്പർ കൊടുക്കാതെ പോയല്ലോ എന്നുള്ളത്. ഇട്ടു പൊക്കോളാനാ പറയുന്നത്, എടുത്തോണ്ട് ഓടണം. അപ്പൊ അന്ന് തുടക്കത്തില് എനിക്ക് തോന്നുന്നു ഈ അമേരിക്കൻ ബോർഡറിലോട്ട് ചെല്ലുമ്പോൾ മാസ്ക് ഒക്കെ ആയിട്ട് ചെല്ലുന്നത് അവർക്കൊരു പുച്ഛം പോലെയാ. ആദ്യം ഈ കൊറോണ വന്നപ്പോ അമേരിക്കക്കാർക്ക് ഒരു ഇതല്ല, ഇവര് ധീരന്മാരാണല്ലോ. ഈ കാനഡ വരുമ്പോഴത്തേനാണല്ലോ നമുക്ക് പനിയുണ്ടോ ഇതുണ്ടോ മറ്റേ ഇതെടുത്ത ഇതുവരെ ചോദിക്കുവായിരുന്നു. ഓ അതൊക്കെ ഒരു സമയം അല്ലേ, വാക്സിൻ എടുത്തതിന്റെ പ്രൂഫ് ഒക്കെ ആയിട്ട്. അന്നൊക്കെ നമ്മൾ പറഞ്ഞ ആ സംവിധാനം ഇൻസ്റ്റാൾ ചെയ്താൽ മതിയായിരുന്നു. ഇതുണ്ടായിരുന്നു പുള്ളി ബോർഡർ ക്രോസ് ചെയ്താ പുള്ളി മറ്റേ അവരുടെ ടിങ്ങിങ് എന്നുള്ള പാട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം, കയറുമ്പോൾ ഒറ്റ ഇടിയില്ല. മനസ്സിലായി. പുള്ളി പറയുന്നത് നമ്മുടെ സ്ഥലത്തെത്തി.
പിന്നെ ബ്രാഹ്മണൻ എത്താറാകുമ്പോൾ ബെൽറ്റിന്റെ ഭാഗമാകുമ്പോൾ പിന്നെ പാട്ടിന്റെ ശക്തി കൂടും. കാരണം ഇത് നമ്മുടെ ഏരിയ ഇവിടെ ഒരുത്തനും ചോദിക്കാനും പറയാനും ഒന്നുമില്ല. ഇവിടുന്ന് വിളിക്കുമ്പോഴേ പുള്ളി വെള്ളിയാഴ്ച ദിവസവും ശനിയാഴ്ചയൊക്കെ ആണെങ്കിലേ അവിടെ ഉള്ള പുള്ളിയുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇവിടം തൊട്ടേ വിളി തുടങ്ങും. പുള്ളി അവിടെ ചെല്ലുമ്പോഴത്തേനും അവിടെ പിക്ക് ചെയ്യാൻ ആള് വരും. സംഭവം ഇവിടുന്ന് ബോർഡർ ചെയ്യുന്ന ഒരു കുപ്പിയും കാണും. സാധനമൊക്കെ എത്തി. അപ്പൊ അവര് ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്ത. പണ്ട് നമുക്കൊരു വടംവലി ടീമും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അല്ല, നമ്മള് മറ്റേ നമ്മുടെ സിദ്ധിലെ പിള്ളേരെല്ലാരും കൂടെ ഒരു വടംവലി ടീമൊക്കെ ഉണ്ട്. ഫാൽക്കൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ആ സമയത്ത് ഒത്തിരി പേര് നമ്മള് സിദ്ധിലുണ്ടായിരുന്നല്ലോ മലയാളികള്. ജിൻസ്, ജോബിൻ, ഞാന്, അർജുൻ, നമ്മളെല്ലാരും കൂടെ. അപ്പൊ നമ്മളിതുപോലെ ആയിരുന്നു. സിദ്ധി എപ്പോഴും പറഞ്ഞ് നമ്മള് റിട്ടേൺ തിരിച്ചു വരുന്നത് ഇന്ന സമയത്തേക്കാക്കും. ശനിയാഴ്ച പ്രാക്ടീസാ. എല്ലാരും ഒന്നെങ്കിൽ വ്യാഴാഴ്ച അല്ല വെള്ളിയാഴ്ച ആയിട്ട് തിരിച്ച് ബ്രാൻഡനില് ജിൻസിന്റെ ഒക്കെ വീടിന്റെ അവിടെ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ വീടിന് നാട്ടിൽ നിന്ന് വടമൊക്കെ കൊണ്ടുവന്ന്. അപ്പം ഇതുപോലെ എല്ലാരും തലേദിവസം പോലെ വിളിയാ, എടാ എവിടെ എത്തി, ബോർഡർ എത്തിയോ, ഡിലേ ഉണ്ടോ, മറ്റേ മറിച്ചാന്ന് പറഞ്ഞുണ്ട്. എന്നിട്ട് നേരെ ഇവിടുന്ന് ഡ്യൂട്ടി ഫ്രീ ഒരു കുപ്പിയൊക്കെ എടുത്ത് ശനിയാഴ്ച രാവിലെ വെളുപ്പിന് 6:30 പ്രാക്ടീസ്. 6 മുതലൊരു 10-11 മണി വരെ ചത്ത് കിടന്നിട്ടുള്ള പ്രാക്ടീസ്, വടംവലി, ഫുട്ബോൾ കളി, മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഫുഡും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഫുഡും അതോടൊപ്പം എല്ലാവരും ഒരു ഷോട്ടും കൂടെ അടിക്കുന്നു, വീട്ടിൽ പോകുന്നു. പിന്നെ ആ ആഴ്ച മുഴുവൻ മേലുവേനയാണ്. കാരണം ആഴ്ചയിലൊന്നാണല്ലോ വടംവലി. പക്ഷെ അത് അടിപൊളിയായിരുന്നു. കാരണം നമുക്ക് എല്ലാ ആഴ്ചയും ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഫുള്ള് ഡെഡിക്കേഷനാണ്, ആത്മാർത്ഥ പരിശീലന. നമ്മുടെ പിള്ളേർ മാത്രമല്ല, നല്ല ഇവിടെ ട്രക്ക് ഓടിക്കുന്നവരല്ലാതെ വേറെ കുറച്ച് പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു. നമ്മളെന്നിട്ട് വടംവലിയുടെ ടൂർണമെന്റ് ഫസ്റ്റ് ഇറങ്ങിയ രീതിയിൽ തന്നെ നമ്മൾ 3rd അടിക്കുകയൊക്കെ ചെയ്തു. കോട്ടയം ബ്രദേഴ്സിന്റെ A ടീം ഫസ്റ്റ്, ഗ്ലാഡിയേറ്റേഴ്സിന്റെ A ടീം സെക്കൻഡ്, നമ്മൾ 3rd. അങ്ങനെ അടുത്ത ആഴ്ച നമ്മുടെ വണ്ടി കിട്ടുന്നത് തന്നെ ഒരു വലിയ ആശ്വാസം അല്ലേ? ഈ വണ്ടിക്കകത്ത് മറ്റേ കട്ടറൊക്കെ ചാടുമ്പോഴത്തേക്ക് അങ്ങ് എടുത്തിട്ട് അലക്കും അങ്ങോട്ട്. ഇപ്പം ഞാൻ ആലോചിക്കും, നമ്മൾ ഈ സാധാരണ ഗതിയിൽ ഓണർ ഓപ്പറേറ്റർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കുമല്ലോ, ഫ്രൈഡ് ലൈനർ മേടിക്കാം മറ്റേ മറിച്ചത്. അപ്പം ഞാൻ ഉറക്കത്തിൽ കിടന്നുകൊണ്ട് ചിന്തിക്കുക. അല്ല, ബെഡ് മാത്രമല്ല, ഞാൻ ആദ്യം ചിന്തിച്ചു നമ്മൾ സിംഗിൾ ഓടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, വണ്ടി നിർത്തിയിട്ട് ഉറങ്ങാമല്ലോ, അപ്പൊ കുലുക്ക ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ എന്തായാലും ഇത് നമ്മുടെ സീറ്റിംഗ് എന്ത് ഡിസ്കംഫർട്ടാ. നമ്മുടെ പീറ്റർ ബെൽറ്റ് വെച്ച് നോക്കുമ്പോഴേ എനിക്കിതിന് സീറ്റിംഗ് ഭയങ്കര ഒരു നടുവിന് ടയറിങ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പം അതും നമ്മുടെ ഹെൽത്തിന്, നമ്മൾ പൈസയുടെ ബിസിനസിന്റെ ലാഭം നോക്കുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നശിക്കുമല്ലേ. പിന്നെ ചില കട്ടറൊക്കെ ചേർമ്പോൾ മെറ്റൽ ഇങ്ങനെ കുലുങ്ങുക, കുടുകുടു എന്നും പറഞ്ഞുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്നോട് ഒരു വിലയില്ല. പക്ഷെ ഇത് എന്റെ അവന്റെ പീറ്റർ ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞുണ്ട്. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. സാറ് വല്ലതും കഴിച്ചായിരുന്നോ? ഞാൻ ഒരു ബർഗർ മേടിച്ചോണ്ട് വരാം. ഷെയർ ചെയ്ത് അവിടെ ബർഗർ കിങ് ഉണ്ടല്ലോ. സാറേ, അപ്പം നമ്മൾ രണ്ടുപേരും ഹോപ്പർ ഇവിടുത്തെ മെയിൻ സാധനമാണ് ഹോപ്പർ എന്ന് പറയുന്ന അല്ലേ? ബർഗർ കിങ്ങിൻ്റെ ഒരു മെയിൻ സാധനമാണോ? ഒരു ഇച്ചിരി താമസിച്ച് നമ്മൾ ഓർഡർ ചെയ്തിട്ട്, അപ്പം ഞാൻ ഓർത്ത് മോശമായിരിക്കുന്നു. പക്ഷെ സംഭവം ഉണ്ടാക്കിയാക്കണൊക്കെ കാണാൻ രസമൊക്കെ ഉണ്ട് അല്ലേ? ആയിക്കോട്ടെ. ഹലോ ഹലോ നിങ്ങളുടെ കൂട്ടുകാരനെ ഇവിടെ ഉണ്ട്.
അല്ല തിരിച്ചു ഇനിയിപ്പോൾ ഒരു 100-150 കിലോമീറ്റർ വീട്ടിലെത്തും. 2 ദിവസമൊക്കെ വീട്ടിൽ നിന്ന് പറയുമ്പോൾ പുള്ളി വേണ്ടെന്നാണ് പറയുന്നത്. എനിക്കാണോ നമ്മൾ ഓടിയ ഏറ്റവും കൂടുതൽ ദൂരം ഇതായിരിക്കും ഒരു പരിധി വരെ. നമ്മൾ ഏറ്റവും കൂടുതൽ ഓടിയ ഒരു ടോപ്പ് 3 പറഞ്ഞ എന്തായാലും ഇതാ. നമ്മളെന്നല്ല, ജനറലി നമ്മൾ സിറ്റിൽ ഓടിയത്. കാരണം നമ്മള് അവിടെ സെഡാർ സിറ്റി പോയി, സോൾട്ട് ലേക്ക് സിറ്റി വന്നു, അവിടെ നിന്ന് എടുത്ത് സലീനാസിൽ പോയി, സലീനാസിൽ നിന്ന് തിരിച്ചു വന്നു. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊരോട്ടെ. ലംബോർഗിനി എപ്പോഴും ഇവിടെ ഇട്ടേക്കണാണോ? സാറേ വട്ടം അടിച്ചു കാരണം ഇത് ഇച്ചിരി കയറി കിടക്കുന്നു. കിട്ടുന്നു. പോരട്ടെ പോന്നോട്ടെ ഓടിച്ചോ. നിങ്ങളുടെ സൈഡ് നോക്കിയാൽ മതി. ഇവിടെ ഇച്ചിരി ഓടിച്ച് ഓടിയട്ടെ. പോട്ടെ കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഇടയുണ്ട്. ഈ പുറയിലോട്ട് ട്രെയിലർ കുറെ കൂടെ മാറി ഇറക്കും. പോട്ടെ. ഇത് ഓടി ബൈക്ക് ഓക്കെയാ കേട്ടോ. ബൈക്ക് ഓക്കെയാണ്. പയ്യെ പൊറോട്ട വിട്ടാൽ മതി. ഓർത്ത് 2 സൈഡും ഓക്കെ. ഡ്രൈവർ സൈഡിനേക്കാളും ബെറ്ററാണ് പാസഞ്ചർ സൈഡ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ട്രെയിലർ ഇതിന്റെ സ്റ്റിയറിംഗ് അങ്ങ് മറ്റേ മഹായാനത്തിലെ വണ്ടിയുടെ കൂട്ടാ നല്ല കട്ടിയാ. എണീറ്റ് മറ്റേ KSRTC പഴയത് കീച്ചെന്ന് പോലെ ഒരൊറ്റ കീച്ചു അതിനുമായിട്ട് പോരും. ഫ്രണ്ടിലേക്ക് വലിച്ചിട്ടിട്ട് നേരെ വരാവേ. ഒരു ഇച്ചിരോടെ നേരെ വരച്ചു. പോരട്ടെ. മതി നിൽക്കട്ടെ. അല്ല അടുത്തവൻ്റെ പറമ്പിൽ അയച്ചിരിക്കും. ഇങ്ങനെ ആയിരിക്കും പറമ്പ് കൈയേറുന്നത്. അങ്ങനെയാ. ഒന്നാമത് ക്രിസ്ത്യാനികളായിട്ട് നമുക്കൊരു ചീത്തപ്പേരുമുണ്ട്. ക്രിസ്ത്യാനികൾക്കൊരു ചീത്തപ്പേരുമുണ്ട്. അതെ ആയും കിട്ടാൻ വേണ്ടിയാ. കിട്ടിയോ? മതിയോ? നിങ്ങളും ഒരു വലിയ വ്ളോഗറാവുന്നു. അതെ. നമ്മുടെ വണ്ടി ഉപേക്ഷിച്ച് വീട്ടിൽ പോകാനുള്ള തത്രപ്പാടിലാണ്. നിങ്ങൾ സെപ്പറേറ്റ് തലേണ കരുതിയാ പോകുന്നതല്ലേ? അത് പറ. നമ്മൾ കൊണ്ടുവന്ന 93 നമ്മളവിടെ പാർക്ക് ചെയ്തു. നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുക. അപ്പോൾ നമ്മുടെ 86 ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കയറി നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ ഇല്ലേ എന്നൊക്കെ ഒന്ന് നോക്കിയേക്കാം. തന്നെയല്ല നമ്മുടെ ബ്ലോർ എടുത്തിട്ട് നമുക്ക് നമ്മുടെ 93 ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ട് അങ്ങ് കൊടുക്കാം. സോണി ബ്രോ നമുക്ക് പുതിയ ചവിട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ മെടുക്കാൻ. ആണോ? 2 ഡമ്പല്. അത് നമ്മുടെ അല്ല. എടാ ഇത് വേറെ ആരാണ്ട് ഉപയോഗിച്ചോണ്ടിരിക്കുകയാണോ? നമുക്ക് പോകാൻ നേരത്തെ ഇതെല്ലാം കൂടെ പൊതിഞ്ഞ് വാനിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിട്ട് അങ്ങ് പോയേക്കാം. നമ്മളെ വാനില്ലേ, ഒരു ഗാർബേജ് ബാഗ് ഉണ്ടെന്ന് അതിൻ്റെ അകത്ത് ഇതെല്ലാം ഇട്ടിട്ട് പൊതിഞ്ഞ് അതിൻ്റെ അകത്ത് വെച്ചാൽ മതി. എന്തായാലും തിങ്കളാഴ്ച നേരത്തെ വന്നേക്കാം. അതെ സത്യമായിട്ട് ഇത് വെച്ച് നോക്കിയാൽ നമ്മള് തങ്കക്കുടം പോലെയാ നമ്മളെ കിടക്കണേ. പിന്നെ അമ്മാര് ഇത് അമ്മാർക്ക് കിട്ടിയെന്നുള്ള രീതിയിലായിരിക്കും ഇരിക്കണേ. ഉപയോഗം എല്ലാം കഴിഞ്ഞ് വളരെ നീറ്റായിട്ടാണ് നമ്മൾ നമ്മുടെ എക്യുപ്മെന്റ് തിരിച്ചു കൊടുക്കാൻ പോകുന്നത്. വീണ്ടും നമ്മൾ മാന്യന്മാരാന്ന് തെളിയിച്ചോണ്ടിരിക്കുകയാണ്. തിരിച്ച് നമ്മൾ വണ്ടി എടുക്കാൻ വരുമ്പോ നമ്മുടെ വണ്ടി എങ്ങനെ ഇരിക്കും എന്നുള്ളതിനനുസരിച്ച് ഇരിക്കും ഇനിയുള്ള ക്ലീനിങ്.
ആരോ കൊണ്ടുപോയവര് ബാറ്ററി ഓൺ ആക്കിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, അത് സ്റ്റാർട്ട് ആവുന്നില്ലെന്ന്. അല്ലെങ്കിൽ നമ്മൾ നാളെ കഴിഞ്ഞ് വരുമ്പോൾ പണി കിട്ടും. പോവാ നമുക്ക് അടുത്തൊന്നും കാണാം. നാളെ കഴിഞ്ഞ് തന്നെ ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ദേവശാചൻ പോയി, നമുക്കും പോയേക്കാം. Lighten up, take me on your magic river. Tell me all your dreams align. Sign me up and tell me about the people that you know who are trying to feel alive.